ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീക്കെൻഡ് നമ്മൾ വന്നിട്ടുള്ളത് ഓക്വില്ലെ ഡൗൺ ടൗണിൽ തന്നെയുള്ള ലേക്ക് സൈഡ് പാർക്കിലേക്കാണ് കേട്ടോ. എന്തായാലും വന്ന ദിവസം കൊള്ളാം. ഇവിടെ എന്തൊക്കെയോ സീസണൽ കൺസേർട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കൊട്ടുമേളൊക്കെ കേൾക്കാം. അതൊക്കെ കാണാൻ പോകുന്നതിന് മുന്നേ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള നമുക്ക് ലേക്ക് സൈഡിലുള്ള വാട്ടർ ഫ്രണ്ട് കാണാൻ പോവാം. ഇവിടുത്തെ മെയിൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ട്രെയിൽ നെറ്റ്വർക്കും കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് സൈഡും ട്രെയിലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ സ്വിമ്മിംഗ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. നമുക്കിങ്ങനെ വന്നിരുന്ന് കുറച്ചു നേരം റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഏരിയയാണ്. അത്രയും കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഏരിയ കേട്ടോ. ഇപ്പോഴത്തെ ഈ തിരക്കൊന്നും നോക്കണ്ട, ഇത്ര ക്രൗഡഡ് ഒന്നല്ല എന്നും. ഇത് ഇന്ന് സമ്മർ ആയതുകൊണ്ട് എന്തോ ഒരു കൺസേർട്ട് അവിടെ ഉണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ഫ്രണ്ടാണ്. അയ്യോ, ഇവിടേക്കൊന്നും അടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയ്ക്കൊന്നും അധികം കാറ്റുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാറ്റുള്ളത് കൊണ്ട് തന്നെ തോന്നുന്നു നല്ല തണുപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ എന്തായാലും അവിടേക്ക് പോയപ്പോഴാണ് നിറച്ച് പക്ഷികളാ, ഒരു രക്ഷയില്ല. എത്ര 140ഓളം സ്പീഷീസ് ബേർഡ്സിന്റെ തന്നെ സ്പീഷീസ് ഓൾറെഡി റെക്കോർഡാണ്. അത്രയും ടൈപ്പ് ഉണ്ടെന്ന് ആണ് പറയുന്നത്. അത് അവിടെ ചെന്നാൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം ഫുള്ള് ബേർഡ്സ് ആണ്. ആ ഒരു പാത്തില്ലേ വാട്ടർ ഫ്രണ്ട് അവിടേക്ക് നടക്കുന്ന ആ പാത്ത് ഫുള്ള് വൈറ്റ് കളറിൽ കാണാം. ഇറ്റങ്ങൾ കാഷ്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചു ഈശ്വര ഇനിയിപ്പോൾ തലയിൽ വന്നിട്ട് കാഷ്ടിക്കുന്നു. അത്രയ്ക്കധികം ബേർഡ്സ് താന്നിട്ടൊക്കെ നമ്മുടെ മുന്നിൽ കൂടെ ഒക്കെ ഒരു ദൂല്ലാണ്ടാണ് പറക്കുന്നത്. പിന്നെ ഇവിടെ അതേ ഈ കല്ലിൻ്റെ അവിടേക്കൊക്കെ നമുക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. അധികാരമില്ല, ധൈര്യമുള്ളവരൊക്കെ ഇറങ്ങും. ഞാൻ ചുമ്മാ ഒന്ന് പോയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല ഒരു ഏരിയ കേട്ടോ. കാറ്റ് കാരണം കണ്ടില്ലേ, മുടിയൊക്കെ ശരിക്കും നിൽക്കുന്നേ ഇല്ല. ഞാൻ കുറെ ശ്രമിച്ചു വെക്കുന്നുണ്ട്, പക്ഷെ ഓരോന്നും ഓരോ വഴിക്ക് പോവുക കാറ്റുകാരൻ. കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ നിലയ്ക്കല്ലേ കാറ്റ്. എൻ്റെ മുടി പോണതും ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കാറ്റ് എന്നുള്ളത്. പിന്നെ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുപ്പിക്കുക ചെയ്യാൻ അതിനെ പറ്റിയ ആൾക്കാരെയും കണ്ടില്ല. കാരണം ഈ നിലയ്ക്കുള്ള കാറ്റും തണുപ്പും കാരണം ആൾക്കാരൊന്നും അധികം നേരം നിൽക്കണില്ല എല്ലാവരും. പിന്നെ പോലെ തന്നെ അവിടെ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അത് കാണാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് തോന്നുന്നു എല്ലാവരും അവിടെയാണ് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളത്. ഇവിടെ അധികം ആരും നിന്നിട്ടില്ല, ജസ്റ്റ് വന്നു പോവുമായിരുന്നു. ഇവിടെ ഇങ്ങനെ നിൽക്കണ നേരത്താട്ടാ അങ്ങനെ ഒത്തിരി അകലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, പായ്ക്കപ്പലുകളാണ് ഇഷ്ടംപോലെ പായ്ക്കപ്പലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ പോണ് കാണാം. ഒപ്പം ഇങ്ങനെ കിളികൾ പറക്കണൊക്കെ കാണാം, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വാട്ടർ ഫ്രണ്ട് അവിടെ നിന്ന് കയറി ബീച്ച് പോലെ ഈ ലേക്കിൻ്റെ ഇങ്ങനത്തെ ഒരു സൈഡിലുണ്ട്, അവിടേക്ക് വന്നു കേട്ടോ. കല്ലുകളൊക്കെ കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. നാട്ടിലൊക്കെ മണലല്ലേ, ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ പെബിൾസ് ആണ്. അതിശക്തമായ കാറ്റിൽ അധികം നേരം നിൽക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചിവിടെ പാർക്കിലേക്ക് കയറിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ ഒരു ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ കൺസേർട്ട് നടക്കുന്നിടത്തേക്ക് ഒന്ന് പോകാം എന്ന് വിചാരിച്ചു. അവിടെ നിന്ന് നല്ല അടിപൊളി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ പിള്ളേർ ഭയങ്കര ഗംഭീര കളിയാണ്. ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും അവർക്ക് ഉണ്ടല്ലോ കളിക്കാനായിട്ടുള്ള. പ്ലേ ഏരിയ തന്നെ വലിയ പ്ലേ ഏരിയ തന്നെയാണ് കേട്ടോ. എന്തായാലും കൺസേർട്ട് നടക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്, ബാക്കി നമുക്ക് കാണാം. ഇവിടെ എത്തിയപ്പോൾ ആദ്യം തന്നെ എൻ്റെ കണ്ണുപോയി നിൽക്കുന്ന ആങ്കറിൻ്റെ അടുത്താണ്. ഇച്ചിരി ഏജ് ആയിട്ടുണ്ടെങ്കിൽ എന്തൊരു ക്യൂട്ടാണെന്നറിയോ. ആ ഒരു ഗൗണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ശരിക്കും അത് ബ്രിട്ടീഷ് രാജ്ഞിമാരെ പോലെ ഉണ്ട് കേട്ടോ.
ഈ വരുന്ന സംഭവം എന്താന്ന് വെച്ചാല് സ്കോട്ട്ലാൻഡിന്റെ നാഷണൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ബാക്ക് പൈപ്സ് ആണ് കേട്ടോ. കൈൻഡ് ഓഫ് മൗത്ത് ഓർഗൻ തന്നെ. ഇവിടെ ഇതുപോലെ ഇങ്ങനെ കൺസേർട്ട് നടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസും അതുപോലെ പിള്ളേരൊക്കെ വന്നിട്ട് ഒരുപാട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കണ്ട ടേബിൾസ് ഒക്കെ അവിടെ സൈഡിൽ വരുന്നുണ്ടോ. അങ്ങനെ ഈ ടേബിൾസിന് മേലെയൊക്കെ ഷീറ്റൊക്കെ വിരിച്ച് അതുപോലെ തന്നെ അവരെന്നെ എല്ലാവിധ സംഭവങ്ങളും കൊടുത്തിട്ട് ഫുഡൊക്കെ ഇരുന്നിട്ട് ഒന്നിച്ചിരുന്നിട്ട് കഴിക്കുക. അതുപോലെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു പബ്ലിക് ലൈബ്രറിയുടെയാണ്. അവരോരോരോ അവിടുത്തെ പുതിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കുട്ടികൾക്കുള്ള ഓരോരോ സ്കീമുകൾ അങ്ങനത്തെ ഒക്കെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. We have a lot more than just like you can borrow a Wi-Fi hotspot in the library. So if you were going away on vacation, maybe you didn't want to like like not having like connection somewhere. You have an Xbox One 360. അങ്ങനെ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇപ്പോൾ വരുന്നത് ഈ പിള്ളേരുടെ ഡാൻസാണ്. ഇത് സാധാ ഡാൻസ് അല്ല, ഐറിഷ് ഡാൻസാണ്. ഈ ഡാൻസ് കണ്ടിട്ട് ഞാനാകെ ഞെട്ടിപ്പോയി. കാരണം ഇവരുടെ കാലുമ്പോൾ എന്താണ് വല്ല മോട്ടറും ഘടിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ റബ്ബറും പാല് കുടിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് തോന്നുന്നു. അത്രയ്ക്ക് നല്ല രസമായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Come on over and join us. We dance even better when you get into the spirit and you start clapping along. ഇവരിവിടെ കളിക്കുന്ന ഈ ഡാൻസിൻ്റെ സോങ് എനിക്ക് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ബാഡ് ലക്ക് എന്ന് തന്നെ വേണം പറയാൻ. ആ സോങ്ങും കൂടി വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നുക. എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം.
And we are now, I promised you that we're now going to hear from ഇനി ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് വിൻഡ് ഓർക്കസ്ട്ര ടീംസിന്റെ പരിപാടിയാണെന്നാണ് പറയുന്നത്. ഇവരാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓൾഡ് ടീമാണ്. 1866 മുതൽ 1866 മുതൽ ഈ ടീം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവരിപ്പോൾ ഈ വായിക്കാൻ പോണത് കാനഡയുടെ നാഷണൽ ആൻഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയും നല്ല ഗംഭീര പരിപാടി നടക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും കണ്ണ് ഒരുപോലെ പോയത് ഇവിടേക്കാണ് കേട്ടോ. എല്ലാവരെയും ഭയങ്കര ഈ ഒരു മൊമെൻറ്റ് കണ്ടുവന്നുണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ് തോന്നിയത്. കാരണം ഇത്ര ഏജായി എന്നും പറഞ്ഞാൽ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിച്ചത് ഇവർ. കാരണം ആ ഒരു ഡാൻസ് ചെയ്യുമ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഫെക്ഷനും ലവും ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവട്ടെ. എൻ്റെ അതേ കൗതുകത്തോടെ തന്നെയാണ് കേട്ടോ എല്ലാവരും ചുറ്റുള്ളൊരു ഇത് നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നു. അത് അവർ ഈ ഓർക്കസ്ട്ര ടീമും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇവിടെ പ്രോഗ്രാം കണ്ടു നിന്നിട്ട് സമയം പോയതറിഞ്ഞില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പ്രോഗ്രാം എല്ലാതും കംപ്ലീറ്റ് ചെയ്യാനൊന്നും നിന്നില്ല, തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പോരാത്തതിന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വേറെ നല്ല വീഡിയോസായിട്ട് കാണുന്നവരേക്കും ബൈ.